എന്തോന്ന് വിളിക്കുവായിരുന്നേട്ടാ? എന്തോന്ന് വിളിക്കുവാ? കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായോ? സ്വന്തം ഭാര്യയോട് സ്നേഹമില്ലാത്ത ഭർത്താവ്, സ്വന്തം ഭാര്യയുടെ കാര്യങ്ങൾ നോക്കി കണ്ട് ചെയ്യാത്ത ഭർത്താവ് എന്തോന്ന് വിളിക്കുവാ? വേണ്ട വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട വരണ്ടെന്ന് പറഞ്ഞാൽ വരണ്ട. ഞാൻ എന്റെ ഈ വീട്ടിൽ ഞാൻ സന്തോഷമായിട്ട് ഞാൻ ജീവിച്ചോളാം. ലീവ് മീ അലോൺ. ലോൺ തരാനാണോ പറഞ്ഞത്? ലീവ് മീ അലോൺ. എന്റെ വഴിക്ക് അങ്ങ് വിട്ടേരെ. ഈ കാര്യം പറഞ്ഞോണ്ട് വിളിക്കണ്ടെന്ന് പറഞ്ഞാൽ വിളിക്കണ്ട. ഇനി ഞാൻ കോൾ എടുക്കത്തില്ല. ഞാൻ പറഞ്ഞേ. ആ ശരി. ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കത്തില്ല. എന്റെ മോളാ കല്ലു കല്യാണം കഴിപ്പിച്ചിട്ടേ 6 മാസമായതേ ഉള്ളൂ. 3-4 ദിവസം കൊണ്ട് ഭർത്താവിനോട് പിണങ്ങി ഇവിടെ വന്ന് നിൽക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും പിണങ്ങി നിന്നാലും അവള് ജോലി ചെയ്യുന്നുണ്ടല്ലോ എന്ന്. ജോലി ചെയ്യുമല്ല, രാവിലെ കിടക്കപ്പായെന്ന് എഴുന്നേറ്റേ ഇവിടെ റീൽ ഉണ്ടാക്കുക. എടി പെമ്പിള്ളാരെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നതേ കെട്ടിയന്റെ കൂടെ അവന്റെ വീട്ടിൽ ജീവിക്കാനാ, അല്ലാതെ 3-ാം പക്കം പെട്ടിയും കിടക്കി എടുത്തോണ്ട് സ്വന്തം വീട്ടിലോട്ട് തിരിച്ചു വരാനല്ല. അയ്യോ, പുതിയ അറിവ്. അമ്മയ്ക്ക് സന്തോഷം തരുന്ന ഒരു കാര്യോട് ഞാൻ പറയട്ടെ. ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല. അയ്യോ ഈ പെണ്ണ് പറയുന്ന പറച്ചില് കേട്ടോ സൂസമ്മേ. അമ്മാമയ്ക്ക് അറിയാലോ ഞാൻ എങ്ങനെ ഇവളെ കല്യാണം കഴിപ്പിച്ചയച്ചത്. ഇവളെ കല്യാണം കഴിപ്പിച്ചയച്ചത് ഇവിടെ അച്ഛൻ മുണ്ട് മുറുക്കി കൊടുത്തിട്ടാ. അതെന്തോ അങ്ങനെ ചെയ്തത്? ഇല്ലെങ്കിൽ ആ മുണ്ടോട് നിന്റെ ചെറുക്കൻ വീട്ടുകാർ ചോദിച്ചാനെ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ എന്തോരം കഷ്ടപ്പെട്ട ഈ പെമ്പിള്ളാരെയൊക്കെ വളർത്തുന്നത്. ഇവിടെ 3-4 ദിവസമായി ഇവിടെ വന്ന് നിൽക്കുക. പക്ഷെ കാര്യം എന്തോന്ന് എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല. കൊച്ചാട്ടൻ ഇവിടെ ഇല്ലയോ? കൊച്ചുകൊട്ടയല്ല, കൊച്ചാട്ടൻ എന്റെ ചേട്ടൻ, നിന്റെ അച്ഛൻ. ആ കൊച്ചാട്ടനെയൊക്കെ ചോദിക്കാൻ പറ്റുമോ എന്തുവാടി ഈ ഭർത്താവുമായിട്ടുള്ള വിഷയമെന്ന്? കട്ടൻ ചായക്ക് കടുപ്പം കൂടി ആ കളറ് കണ്ട് ബോധം കെട്ട് വീണ മനുഷ്യനെ അങ്ങനെ മുമ്പിൽ വെച്ച് ചോദിക്കാൻ പറ്റുമോ? അച്ഛാ ഇപ്പൊ സുരേഷ് പണിക്ക് വന്ന് വിളിച്ച് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. പണിക്ക് പോയതല്ല, സുരേഷ് പണിക്ക് കൊണ്ടുപോന്ന് പേടിച്ചിട്ട് തോട്ടുപൊക്കെ തൊളിച്ചിരിക്കാൻ പോയതാ. റൂട്ട് മാറി സഞ്ചരിക്കണ്ട. എടി നിനക്ക് എന്തുവാണ്? അരുണിന്റെ വീട്ടിൽ നിനക്കുള്ള കുഴപ്പം എന്തുവാ അവിടെ നടന്നത്? പറയടി എന്നോട്. അമ്മ, ഈ കഴിഞ്ഞ 13-ാം തീയതി ആ വീട്ടിൽ ഇടി പെയ്ത് മഴ ചൊരിഞ്ഞ സമയത്ത് ആ വീട്ടുമുറ്റത്ത് എന്തോ നടന്നത് നമുക്ക് അറിയാവോ? എന്തോ ഉണ്ടായെന്ന് നമുക്ക് അറിയാവോ? കൂണുണ്ടായതാണോ? ഇടിവെട്ടി മഴ പെയ്യുമ്പോ കൂണല്ലേ ഉണ്ടാവുന്നത്? പിന്നെ എന്തുവാ സംഭവിച്ചെന്ന് പറയടി. അമ്മ, ഒരു ഭർത്താക്കന്മാരും ഭാര്യമാരോട് ചെയ്യാൻ പറ്റാത്ത കാര്യം അമ്മ അറിഞ്ഞിട്ട് എന്നോട് ചെയ്തത്. ഒരമ്മയുടെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെ പറയും? അമ്മ, മക്കള് അറിയാതെ എന്റെ കുഞ്ഞിന് നല്ലപോലെ വിഷമം പറ്റിട്ടുണ്ട് മോളെ. നിന്നെ അവൻ തന്തയ്ക്ക് വല്ലതും വിളിച്ചോടി? ഇല്ല. പിന്നെ അച്ചാച്ചൻ മിനിഞ്ഞാൻ നിരുന്ന് തുമ്മിച്ചത്ത എന്തിനായിരുന്നു? എന്റെ പൊന്നുമോളെ, നിന്നെ അവൻ ഉപദ്രവിക്കുക വല്ലതും ചെയ്തോടി? അമ്മ, അടിച്ചു കഴിഞ്ഞ വേദന അത് കുറച്ച് നാൾ കഴിയുമ്പോ അങ്ങ് മറക്കും. ഇത് അതുപോലല്ല, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. എന്റെ കുഞ്ഞ് കരയുന്നതുകൊണ്ടോ ഒരു പെറ്റതള്ള സഹിക്കുമോ? എന്റെ കുഞ്ഞിന് എന്തോ നല്ല കുഴപ്പങ്ങൾ അവിടെ വെച്ച് സംഭവിച്ചിട്ടുണ്ട്. എന്റെ പൊന്നുമോള് പറയടി, അവനെ ഞാനേ കുടുംബ കോടതി കയറ്റും. പറയടി, എന്തോ അവൻ ചെയ്തത്? 13-ാം തീയതി എന്റെ ബർത്ത്ഡേ അല്ലായിരുന്നു. അറിഞ്ഞിട്ട് വിഷ് ചെയ്തില്ല. ചോദിച്ചപ്പോ പറയുവാ മറന്നുപോയെന്ന്. ഉടുപ്പ് വാർത്തമ്മേ, കുടുംബ കോടതി പോണ്ടായോ? ഇങ്ങോട്ട് വന്നടി. നിനക്ക് എത്ര വയസ്സുണ്ടോ? എടി മുതുക്കി, നിനക്ക് എത്ര വയസ്സുണ്ടെന്ന്? 30 കഴിഞ്ഞു. ഓ, ആറ്റിറ്റ്യൂഡ് വെച്ച് നോക്കുമ്പോ ഇവളെ ഞാൻ ചേച്ചിന്ന് വിളിക്കണം. എടി 32 വയസ്സിനോടൊക്കെ എത്ര തവണ ഇവിടെ നിന്റെ പിറന്നാൾ ആഘോഷിച്ചടി? മാസപ്പിറന്നാള്, ആണ്ട് പിറന്നാള്, ആഴ്ച പിറന്നാള്, ഡെയിലി പിറന്നാള്. ഇവക്ക് കേക്ക് വാങ്ങിച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ നിലമ്പൂർ കാട്ടിന്ന് എനിക്ക് 2 തേക്ക് വാങ്ങിക്കാം. ചെയ്തില്ല. അമ്മ എന്റെ സൈഡാണോ അത് അർണാട്ടിന്റെ സൈഡാണോ? അമ്മയുടെ മോള് ഞാനല്ലയോ? അപ്പൊ അമ്മച്ച എന്റെ സൈഡ് വേണം നിൽക്കാന്. എടി കൊച്ചേ, നീ ഇങ്ങോട്ട് വന്നേ. എടി നിന്റെ ഭർത്താവ് അരുണ്, അവൻ ഈ ഇത് നിസാര കാര്യമൊക്കെ ഓർത്തോണ്ട് നടക്കുവാന്നു. എടി അവന് വേറെ കാര്യങ്ങളില്ലേ? ആ വേറെ കാര്യം ഞാൻ ഒരു ദിവസം പൊക്കും ഞാൻ. അയ്യോ ഈ പെങ്കൊച്ചത് എന്താ പോക്കാണ്? എങ്ങോട്ടാണ് വിളിച്ച് പോകുന്നത്? എടി നീ ഇങ്ങോട്ട് വന്നേ. എടി നിന്റെ ഭർത്താവ് അരുണ്, നമ്മളെ പെണ്ണുങ്ങൾ ചില കാര്യങ്ങൾ സഹിച്ചും ക്ഷമിച്ചും വേണം മുമ്പോട്ട് പോകാൻ. മനസ്സിലായില്ല? എടി ഈ ആണുങ്ങളെന്ന് പറഞ്ഞാലേ ചെളിവെള്ളം കണ്ട ചവിട്ടും. അത് നമ്മള് പെണ്ണുങ്ങൾ കണ്ടില്ല വെച്ചേക്കണം. അത് അതിന്റെ വഴിക്ക് അങ്ങ് പൊക്കോളൂ. ഈ ആണുങ്ങൾ ചെളിവെള്ളം കണ്ട ചവിട്ടും നമ്മള് പെണ്ണുങ്ങൾ അങ്ങ് സഹിക്കണം. എന്നിട്ട് കഴിഞ്ഞ ദിവസം അച്ചാച്ചന്റെ പുറം നേടുക കല്ല് പറക്കി എറിഞ്ഞു. എന്തിനാ? അത് അപ്പുറത്തെ രമണിയോട് ഉടുപ്പിടാവുന്ന കാര്യം പറഞ്ഞു. അപ്പുറത്തെ രമണി ചേച്ചിയോട് അച്ഛൻ ഉടുപ്പിടാതെ കാര്യം പറഞ്ഞോണ്ട് എന്തോ കുഴപ്പം. അയ്യോ, അയാൾ നല്ല കാര്യമൊന്നും അല്ല പറഞ്ഞത്. എനിക്കത് മനസ്സിലായി ഇവിടെ നിന്ന് നോക്കിയപ്പോ. അമ്മച്ചിക്ക് ഇവിടെ നിന്നപ്പോ എങ്ങനെ മനസ്സിലായി? തിരിഞ്ഞെന്ന് കാര്യം പറഞ്ഞപ്പോഴേ ഉടുപ്പിടാത്ത അയാൾ പുറത്തെ കശേരിക്കളുടെ ചലനം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി നല്ല കാര്യമൊന്നും അല്ല പറഞ്ഞതെന്ന്. കശേരിക്കളുടെ ചലനം അങ്ങ് പോട്ടെ, പുറത്തിരുന്ന് 2 സമൂസ എന്തോ ഇളക്കമായി. സമൂസ എന്തുവാ? ഈ വണ്ണമില്ലാത്ത ആളല്ലേ, ഈ 2 എല്ല് കണ്ട സമൂസ കണക്കല്ലേ ഇരിക്കുന്നത്. സമൂസയുടെ കാര്യം പറഞ്ഞപ്പോഴേ വിശക്ക് നമ്മ ചൂടോടെന്തെങ്കിലും തോട്ടറി ആ തീക്കൊള്ളി ഇരിപ്പുണ്ട്, എടുത്ത് നെടുനീളത്തിൽ അങ്ങ് വിഴിഞ്ഞ് വിശക്കുന്നു കേട്ടെ. മര്യാദയ്ക്ക് ഒരു കാര്യം പറഞ്ഞേക്കുവാ, ഇന്ന് തന്നെ നിന്റെ കൂറ എല്ലാം കൂടെ കെട്ടിപ്പൊതിഞ്ഞ് തിരിച്ചു പൊക്കോണം അവന്റെ അടുത്തോട്ട്. എത്ര നിർബന്ധിച്ചാലും ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞാൽ പോകത്തില്ല. ഞാൻ ഈ വീട്ടിൽ തന്നെ നിൽക്കും. ഞാൻ പൊളിക്കും. എന്റെ ദൈവമേ, ഈ മുടിച്ചത് എന്റെ മാറ്റി വന്ന് പറഞ്ഞല്ലോ. മുടിച്ചത് ഈ നാട്ടുകാരോട്
അമ്മച്ചിമാരോട് ഞാൻ എന്തോ സമാധാനം പറയുവടി? അമ്മക്ക് ചെലവ് തരുന്ന കെട്ടിച്ചയച്ച പെണ്ണ് 3 ടൺ പെട്ടി കിടക്കരുത് വീട്ടിൽ വന്നാൽ ഞാൻ എന്തോ സമാധാനം പറയും? നാട്ടുകാരോട് എന്തിനാ അമ്മച്ചി സമാധാനം പറയാം? നമ്മൾ അവരുടെ ചെലവിനാണോ ജീവിക്കുന്നത്? നിങ്ങൾ എന്താ പറയുന്നത്? മുഖം കുറിപ്പിക്കുന്ന നീ വേറെ വല്ലോട് മുഖം കുറിപ്പിക്കണം, എന്റെ കുറിപ്പിക്കില്ല കേട്ടോ. ഞാനത് നിന്നെ പറ്റല്ല, നീ അല്ലടി എന്നെ പറ്റത് കേട്ടോ. യോ അപ്പുറത്തെ പങ്കേഷിച്ചേ വരുന്നു. ഞാനെന്താ വേണം? എന്തോ വേണോ? നിങ്ങളെന്തോ ഇപ്പോഴും അവരെയൊക്കെ വിളിച്ച് പെരക്കകത്തോട്ട് കയറ്റുന്നത്? ഞാൻ വിളിച്ച് കേട്ട് നന്ന് ഈ നാശമൊക്കെ വന്ന് കയറുന്നില്ല ഇങ്ങോട്ട്. നീ ഒരു കാര്യം പറഞ്ഞേക്കാം, നീ ഇവിടെ വന്നത് അറിഞ്ഞാൽ അവർ ഈ നാട് മൊത്തം പറഞ്ഞു വരുത്തുമേ സംഭവം. അമേരിക്ക വരെ അറിയും. നാളെ വിളിച്ചു ചോദിക്കും സരസമ്മയുടെ മോളത്തിനെ പിണങ്ങി വന്നിരിക്കുന്നത്. മറുപടി പറയാൻ ഇംഗ്ലീഷ് പോലും എനിക്കറിയത്തില്ല. അമ്മച്ചി നീ തന്നെ പരിപാടി കയറി വരയ്ക്കാത്ത എത്ര നേരം ഒന്ന് പറഞ്ഞ അമ്മ അകത്തോട്ടിരിക്കുന്നത്? പറഞ്ഞ നീ ആയിരിക്കുന്ന സാധനത്തെ കണ്ടോ? അവരറിഞ്ഞു കഴിഞ്ഞാൽ നാട് മൊത്തം പാട്ടാക്ക് വന്നു. നീ അവരുടെ തലയിലിരിക്കുന്ന കണ്ടോ? ആ കണ്ടു. മുടിക്കട്ടല്ലയോ? മുടിയല്ലത്, സ്വന്തമായിട്ട് സാറ്റലൈറ്റ് ഉള്ള തള്ളയാ. കണ്ടോ? ഇവര് 24 ന്യൂസുമായിട്ട് മത്സരമാണ്. റേറ്റിംഗിൽ അവരുടെ മണ്ടയ്ക്ക് എത്താൻ ന്യൂസ് കട്ട് ചെയ്യുന്നില്ല. അങ്ങനത്തെ തള്ളയാ അവര്. മിണ്ടി പോയേക്കരുത് കേട്ടോ. കേട്ടെ, നീ മിണ്ടണ്ട, ഞാൻ പറഞ്ഞോളാം എല്ലാം. ഉണങ്ങുവാന്നോ? ഉണങ്ങി എന്നെ അടുത്ത് പറഞ്ഞിക്കകത്തിട്ട് നോക്കണി. അല്ല ഉറങ്ങുവാന്നു എന്നെ കടുങ്കാപ്പി. അയ്യൊരു വെളുക്കച്ചിയേ, ഈ കൊച്ചെന്ന് വന്നു. അവള് ഇന്ന് വൈകുന്നേരം രാവിലെ വന്നു. എന്തൊക്കെ വിശേഷം? നല്ല വിശേഷം. അവള് സുഖമായിട്ടിരിക്കുന്നു. ഭർത്താവൊക്കെ? ഭർത്താവിനും കുഴപ്പമില്ല, വീട്ടിലൊന്നും കുഴപ്പമില്ല. ഇവിടെ നീ തമിഴിൽ നിന്ന് കാസ്റ്റ് ചെയ്തെടുത്താണോ? എന്തുവാ? അല്ല മലയാളത്തിൽ നീ തർജ്ജമ ചെയ്ത് കൊടുക്കുന്ന വെക്കട്ടെ. കൂടി എത്ര നേരം പറഞ്ഞ അകത്തിരിക്കുന്നത്? എടി ഞാൻ അടുപ്പത്ത് കഞ്ഞി വെച്ചിട്ടുണ്ട്, പോയി അടുപ്പ് തീ ഊതരി പോ. അടുക്കള തന്നെയാ വരുന്നത്.